വാട്സ്ആപ്പ് ഗായ്സ്, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇതുകൊണ്ട് ഞാൻ നല്ലപോലെ സാറ്റിസ്ഫൈഡ് ആണ്. ബിക്കോസ് എനിക്കിതുകൊണ്ട് യാതൊരു എന്താ പറയുക വഴിയിലാവുകയോ ഒരു കുഴപ്പവും ഞാൻ ഇതുകൊണ്ട് ഇതുവരെ അനുഭവിച്ചിട്ടില്ല. കാരണം ഞാൻ അതേപോലെ ആ വണ്ടി കെയർ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് വണ്ടി ഓട്ടിക്കാനും പിന്നെ കംഫർട്ടബിൾ ചെറിയൊരു നൈസ് എല്ലാവരും പുറമേ നോക്കുമ്പോൾ അടിപൊളിയായിട്ട് തോന്നുന്ന രീതിയിലൊക്കെ ഞാൻ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അതും പറയുന്നതാണ്. പിന്നെ എൻ്റെ വണ്ടി ടോപ്പിൻ്റെ എത്ര കയറുമെന്നൊക്കെ ചോദിച്ചായിരുന്നു. 152 എൻ്റെ വണ്ടി കയറുന്നത്. 152. അതിന് മുകളിൽ കയറത്തില്ല. കട്ട് ഓഫ് സൗണ്ട് നിൽക്കും. പിന്നെ ബാക്ക് ഇറങ്ങും, വീണ്ടും ഫ്രണ്ട് കയറും. 152 ആ ഒരു ഇതിൽ നിന്ന് നിൽക്കും. പിന്നെ എല്ലാവരും ചിലവരൊക്കെ എന്നോട് പറഞ്ഞു V3 ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് പറയും. ഉറപ്പായിട്ടും V3 ആയിട്ട് കമ്പയർ ചെയ്തിട്ട് പിന്നെ V3 200 സെഗ്മെൻറ്റിനോട് ഒപ്പം നിൽക്കുന്ന ഒരു വണ്ടി തന്നെയാണ് V3. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഡ്രാഗ് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഉറപ്പായിട്ടും ഡ്രാഗ് വെച്ചിട്ടുണ്ട്. ഒരു ഫ്രണ്ട്ലി ഡ്രാഗ് പോലെയാണ് വെച്ചിട്ടുള്ളത്. വെച്ചപ്പോൾ റിസൾട്ട് V3 എന്നെ കയറിപ്പോയി. ടോപ്പൻ്റെ വെച്ചിട്ട് ബൈ പറഞ്ഞു പോകുന്ന പോലെ ടാറ്റ എടുത്ത് ഓക്കെ കളിയാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കയറി ഇങ്ങ് പോയി. അപ്പോൾ V3 നല്ലൊരു വണ്ടിയാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അത് എപ്പോഴും ഒരു 200 സെഗ്മെൻറ്റിൻ്റെ കൂടെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. പിന്നെ എൻ്റെ വണ്ടി 2019 ജാനുവരി 1 വണ്ടിയാണ്. അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റിയൽ കളർ എന്താണെന്ന് ചോദിച്ചു. റിയൽ കളറ് റെഡും വൈറ്റും ആയിരുന്നു. ഫ്രണ്ട് അലോയ്സ് റെഡും ബാക്ക് ബ്ലാക്കും ആയിരുന്നു. പിന്നെ അതിന് ശേഷം ഞാനൊരു ചെറിയൊരു ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ പറ്റിയപ്പോൾ ഞാൻ അതിനെ കുറച്ച് ഒന്ന് എന്താ പറയുക ഒരു ഐഡിയ പരമായിട്ട് തിങ്ക് ചെയ്തിട്ട് കുറച്ചൊരു സ്റ്റിക്കറിങ് റാപ്പിങ് കാര്യങ്ങളിലോട്ടൊക്കെ ഞാൻ ചിന്തിച്ചു. അങ്ങനെ ഒരു ക്യാപ്റ്റൻ ഷീൽഡ് അങ്ങനത്തെ ഒരു സെഗ്മെൻറ്റ് ചെയ്തു. അത് പോട്ടെ, അത് കഴിഞ്ഞു. അതിന് ഇപ്പോൾ ഉള്ള കാര്യം പറയാം. ഇപ്പം ഞാൻ അടിച്ചിരിക്കുന്ന പോളോ റെഡാണ്. ഇത് അടിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 8 മാസമായി, 8-9 മാസമായി. ഇതുവരെ ഫെയ്ഡും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ഇതിൽ ഞാൻ അന്നത്തെ വീഡിയോ പറഞ്ഞു, ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതിനെ പറ്റി ഇത് ഗോൾഡൻ യെല്ലോ ആക്കാൻ നോക്കിയത്. പക്ഷെ അത് കറക്റ്റ് യെല്ലോ ആയിട്ട് അങ്ങ് മാറി കുറച്ച് നാളിരുന്നപ്പോൾ. പിന്നെ ഞാനിതിൽ കുറച്ച് കസ്റ്റമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വേറൊന്നുമല്ല, ഞാനിതിൽ ഡൊമിനോറിൻ്റെ ഹാൻഡിലാണ് കയറ്റിയിരിക്കുന്നത്. ഡൊമിനോറിൻ്റെ ഹാൻഡിൽ കാരണം ഇത് കുറച്ചും കൂടെ എനിക്ക് കംഫർട്ടബിൾ തരുന്ന പോലെ എനിക്കൊരു തോന്നുന്നുണ്ട്. കുറച്ച് എന്നാൽ ഇതിൻ്റെ ഈ സ്പോർട്ട് ബൈക്ക് ആണെങ്കിലും പക്ഷേ അത്ര വൈഡായിട്ടുണ്ട്. നമ്മൾ കുനിഞ്ഞൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. ഇതെന്നാൽ ഞാൻ ഇച്ചിരി ലോങ് ഡ്രൈവ് പോകുന്ന ആളാണ്. എനിക്കിത് കുറച്ചും കൂടെ കംഫർട്ടബിൾ തരുന്നുണ്ട്. ഞാനിത് ഡൊമിനോറിൻ്റെ ഹാൻഡിലാണ് കയറ്റിയിരുന്നത്. ഞങ്ങൾ RS200 പ്ലേറ്റിൽ 2 ഹോള്, അതായത് ഡൊമിനോറിൻ്റെ അതേ ഹോൾഡർ വയ്ക്കാനുള്ള 2 ഹോള് വെച്ചിട്ട് ഇറക്കിയൊരു നല്ലൊരു വലിയ അത്യാവശ്യം നല്ല ബലമുള്ള ഒരു ബോൾട്ടും കൂടെ കയറ്റിയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് മാറ്റാൻ പറ്റും. പക്ഷേ ഇത് മാറ്റിയാൽ കുറച്ചും കൂടെ പൊങ്ങി എനിക്കിഷ്ടമല്ല. ഇതിപ്പോൾ കറക്റ്റ് പൊസിഷനാണ് എനിക്കുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇത് താക്കാത്തത്. പിന്നെ ഇതിൽ നിഞ്ച വൈസർ കയറ്റിയിട്ടുണ്ട്. നിഞ്ച വൈസർ. പിന്നെ ഇതിൽ വിംഗ്ലെറ്റ് കയറ്റിയിട്ടുണ്ട്, റിംഗ് ലൈറ്റ് കയറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് എല്ലാവരും എന്താ ഈ RS200 ഇതുവരെ ബജാജ് അവരുടെ ഈ RSൻ്റെ ബാക്ക് ഇതുവരെ അവർ റെഡിയാക്കാത്ത എന്തോ. ഞാനും ആലോചിക്കും ഇത്രയും വലിയ ലൈറ്റൊക്കെ എന്തിനാണെന്ന് ആലോചിക്കും. ഞാൻ ആദ്യം ഒരു ചെറിയ 2 സ്ട്രിപ്പിൻ്റെ ഒരു ലൈറ്റാണ് വെച്ചിരുന്നത്, ഒരു LED പോലത്തെ സംഭവം. ഈ മഴയത്തൊക്കെ വെള്ളം കയറിയിട്ട് അത് പോവാൻ ചാൻസാണ്. അങ്ങനെ ഞാൻ അത് ഇളക്കി കളഞ്ഞു. ഇപ്പം ചെറിയൊരു ഇത് വന്നിട്ട് ഒരു 700 രൂപ എന്തോ ആണെന്ന് തോന്നുന്നു. ഞാൻ ഇട്ട് കാണിക്കാം. അങ്ങനത്തെ ഒരു ടൈലാണ്. ഞാൻ പഴയ ടൈലും കൂടെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു രണ്ടിൻ്റെ ഒരു വ്യത്യാസം കാണിക്കാം. പിന്നെ ചില ആൾക്കാരാണെങ്കിൽ ടൈല് വയ്ക്കാതെ റൈഡ് ചെയ്യുന്നതാണ്. അത് എനിക്കാണെങ്കിൽ ഞാൻ എപ്പോഴും നൈറ്റൊക്കെ ഓടുന്നതുകൊണ്ട് ഈ ബാക്കിൽ വരണവർക്കും ബുദ്ധിമുട്ടായിരിക്കും ഫ്രണ്ടിൽ വണ്ടി പോകുന്നുണ്ടാകും. പിന്നെ എനിക്കും അതൊരു ബുദ്ധിമുട്ടാണ്. വല്ല തട്ടയും മുട്ടയും വല്ലതും ചെയ്താൽ പിന്നെ അത് പണിയാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ബാക്ക് വ്യൂ എന്ന് പറയുമ്പോൾ അടിപൊളിയാണ് കാണാം. പക്ഷേ ഇത് ആ ഒരു ടൈൽ ലാമ്പ് വരുമ്പോൾ ഭയങ്കര ബോറായിട്ടുണ്ട്. ഞാൻ അത് വേണമെങ്കിൽ കാണിച്ചിട്ട് ഞാൻ ഇതിവിടെ പൊടിയൊന്നും തുടയ്ക്കാതെ ഞാൻ ഇതിൻ്റെ സൺഷെയ്ഡിൻ്റെ അടുത്തിട്ടേക്ക് വരുന്നു. ഇത് നോക്കി ഇത്രയും സാധനം ഇതിൽ വരുമ്പോൾ എന്ത് വൃത്തിയിടാൻ നോക്കി.
ഇത് മാത്രം അവരൊന്ന് മാറ്റിയിരുന്നെങ്കിൽ പക്കായിരുന്നേനെ. പിന്നെ ഞാൻ വേറെ എന്ന് പറയുമ്പോൾ ഇത് കുറച്ച് ഇച്ചിരി വൈഡാണ് ഈ ഹാൻഡിൽ എന്ന് പറയുമ്പോൾ. നമ്മുടെ ഡൊമിനോറിൻ്റെ ഹാൻഡിൽ ഇച്ചിരി വൈഡാണ്. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു എന്താ പറയുക ഈ ലിവർ ഗാർഡും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും അത് വയ്ക്കുന്നുണ്ടല്ലോ. അപ്പം ഞാനും വിചാരിച്ചു ഇത് കൊള്ളാം എന്നൊക്കെ. ഇതിന് മുമ്പത്തെ ഹാൻഡിലാണ് ഞാൻ ലിവർ ഗാർഡ് വെച്ചത്. അപ്പം ഞാൻ ഇതിലും കൂടെ അങ്ങ് വച്ചു. ഈ ഒരു സംഭവം ഉണ്ടോ, ഇത് ലിവർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന സംഭവമാണ്. ഇതും കൂടെ ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതും കൂടെ വന്നപ്പോൾ ഭയങ്കര വൈഡായിട്ട് തോന്നി. ഭയങ്കര പാടാണ് ഇത് ഇട്ട് ഗ്യാപ്പിൽ എന്താ പറയുക ഈ ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോകാൻ ഭയങ്കര പാടാണ്. ഞാനിപ്പോൾ ഇത് ഊരി അങ്ങ് മാറ്റി. കാരണം ഇത് മാത്രമല്ല ഈ വണ്ടിയുടെ പിറകിലൊക്കെ നല്ല പോലെ ഇടിക്കുന്നുണ്ട്, തട്ടുന്നുണ്ട്. അത് ചെറിയ രീതിക്കാണ് തട്ടുമ്പോൾ നമുക്ക് ഈ ഹാൻഡിലിൻ്റെ കേസിൽ ഇഷ്യൂ വരും. കാരണം നമ്മൾ ഈ രണ്ടാമത് ഹോള് ചെയ്തിട്ട് കയറ്റിയ ഒരു ഹാൻഡിലാണ്. അപ്പം അതിന് ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇനി ഇത് ഞാൻ നിഞ്ച വൈസറാണ് കയറ്റിയിട്ടുള്ളത്. നിഞ്ച വൈസർ ഒത്തിരി നാളായി. പിന്നെ ഇത് ജെൽ നമ്പർ പ്ലേറ്റാണ്. ഇപ്പം പോലീസ് പിടിക്കും സീനാവത്തില്ലേന്ന് ചോദിക്കും. ഞാൻ ഒരിക്കൽ ഒരു പോലീസ് എന്നെ പിടിച്ചായിരുന്നു. പുള്ളി എന്നോട് പറഞ്ഞു സ്റ്റിക്കർ ഒട്ടിക്കുന്നതിൽ കുഴപ്പമില്ല, ഇതിന് കറക്റ്റ് ഒരു എന്താ പറയുക സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലൊട്ടിച്ചാൽ മതി, നമ്പർ പ്ലേറ്റിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ സാർ ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചും കൂടെ ഞാൻ വലുതായിട്ട് ഒട്ടിച്ച. ഇനി വലുതായിട്ട് ഒട്ടിച്ചാൽ ഭയങ്കര ബോറായിരിക്കും. ഇത് അവർക്ക് കാണാൻ പറ്റും. ഞങ്ങൾ എത്ര ദൂരെ നിന്നാലും ഇത് കാണാൻ പറ്റുന്ന ഒരു രീതിക്കാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഇനി ഇത് റിംഗ് ലൈറ്റാണ്. ഇത് വന്നിട്ട് ഇത് എത്ര, ഇത് പെയറിന് 500 രൂപ 450 എന്തോ ആണ്. ഇത് നല്ല റിംഗ് ലൈറ്റാണ്. ഒത്തിരി നാൾ ഞാൻ ഇതാക്കി. ഇതിപ്പോൾ എത്രാമത്തെ റിംഗ് ലൈറ്റ് എന്ന് എനിക്ക് തന്നെ ഒരു പിടിയില്ല. ഇത് പക്ഷേ ഇത് ഇച്ചിരി നല്ലൊരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് വിംഗ്ലെറ്റ്, ഇത് ഞാൻ V3യുടെ വിംഗ്ലെറ്റാണ് ഇട്ടേക്കുന്നത്. ഇത് ഫുൾ കുറച്ചും കൂടെ ഇതായിരുന്നു. ഞാനിത് കട്ട് ചെയ്തു ചെറുതാക്കിയ. പിന്നെ ഇത്രയൊക്കെ തന്നെ. ഞാൻ ഇനി വേണമെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതെൻ്റെ പുതിയ മീറ്ററാണ്. ഇത് ആക്സിഡൻറ്റിന് ശേഷമുള്ള മീറ്ററാണ്. ഇത് എത്ര ഓടിയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നേരത്തേത് ഒരു 7500 കിലോമീറ്റേഴ്സ് ഓടിക്കണം നേരത്തെ മീറ്റർ. ഈ മീറ്റർ വന്നിട്ട് ഞാൻ ഇപ്പോഴാണ് വണ്ടി ഓണാക്കുന്നത്. ഇത് വന്നിട്ട് ഇത് ഒരു 20,890 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ ഒരു മീറ്റർ എന്ന് പറയുമ്പോൾ. മൊത്തം ഒരു വണ്ടി 27,000 സംതിങ് ഓടി. ഞാനിനി ഇത് ഓണാക്കി കാണിച്ചു. ഒരിക്കലും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് റിംഗ് ലൈറ്റ് ഇതാണ്. ഇത് നല്ല അത്യാവശ്യം നല്ല പവറുണ്ട് രാത്രി. പിന്നെ ഞാൻ ഇതിന് 2 സ്വിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 സ്വിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഒന്ന് വന്നിട്ട് ഹസാർഡിൻ്റെ സ്വിച്ചാണ്. ഇത് കുറേ പാറ്റേൺ ഉണ്ട്. പിന്നെ ഇത് വന്നിട്ട് ഞാനിത് ഡേ ആൻഡ് നൈറ്റ് ഓഫ് ചെയ്തിട്ടേ ലൈറ്റ്. കാരണം നമ്മൾ റിങ്ങിൻ്റെ പിന്നെ ഒരു ഉപയോഗം പോകും എപ്പോഴും ഓണായി കിടന്നാൽ. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ ഒരു ഹോൾഡർ വെച്ചിട്ടുണ്ട്, ഫോൺ ഹോൾഡർ. ഇത് ഫോൺ ഹോൾഡർ എന്ന് പറയുന്നത് നിങ്ങൾ 2 ടൈപ്പ് ഓഫ് ഫോൺ ഹോൾഡർ ഉണ്ട്. ഒന്ന് പ്ലാസ്റ്റിക് ടൈപ്പും ഉണ്ട് സാധാരണ. ഇതെന്ന് പറയുമ്പോൾ മെറ്റലാണ്. ഇതിൽ ചാർജിങ് ടൈപ്പാണ്. കണ്ടോ ചാർജ് ചെയ്യാൻ പറ്റും, ഓൺ ഓഫ് ഉണ്ട്. ആ ഒരു ടൈപ്പ് വാങ്ങാം. പിന്നെ വന്നിട്ട് ഇതാണ് നമ്മുടെ ആ ബാക്ക് ലൈറ്റിൻ്റെ ഒരു പ്രകാശം എന്ന് പറയുന്നത്. ഇത് ബ്രേക്ക് വെച്ചാൽ കുറച്ചും കൂടെ കാണാൻ തോന്നുന്നു അല്ലേ. ബ്രേക്ക് ഇതാണ് ഒരു നല്ല അത്യാവശ്യം നല്ല പവറുണ്ട് രാത്രി, കുഴപ്പമില്ല. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അറിയാമല്ലോ എല്ലാവർക്കും, ഇതിൻ്റെ ഒരു സൗണ്ടാണ്. ആ ഒരു സ്റ്റോക്ക് എക്സോസ്റ്റ് തരുന്ന ഒരു പെർഫോമൻസ് സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രോമാഞ്ചം തെളിക്കുന്നൊക്കെ പറയാം, അതേപോലത്തെ സൗണ്ടാണ്. പിന്നെ BS6ൻ്റെ കേസ് ചെറിയൊരു ശോഭമാണ് അവർ ഷോറൂമുകാർ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ BS4 BS3യുടെ സൗണ്ട് എല്ലാവർക്കും അറിയാമായിരിക്കും. ഞാൻ കുറച്ച് ടോട്ടൽ കൊടുത്ത് കാണിച്ചു തരാം. അപ്പോൾ സൗണ്ട് കേട്ടല്ലോ. ഇവിടെ നാട്ടുകാർ അത്ര എന്നെ തെറി വിളിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് വരുമ്പോൾ ഇത് കണ്ടോ ചെറിയൊരു വാട്ടർ കണ്ടൻറ്റ് കണ്ടോ. ഇത് എല്ലാവരും വിചാരിക്കും ഇത് എന്താ സംഭവം. ഇത് നല്ലതാണ്, വേറെ ഒരു കുഴപ്പമില്ല.
ഇത് വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ പെട്രോളിൽ കുറച്ച് വാട്ടർ കണ്ടൻറ് ഉണ്ട്. അത് ബാക്കി സൈലൻസിലോട്ട് താഴോട്ട് ഒരു 2 സ്പ്ലിറ്റായി കിടക്കുമ്പോൾ ബാക്കി സൈലൻസറിൽ നിന്ന് വെളിയിലോട്ട് വരുന്നതാണ്. അത് വേറൊരു കുഴപ്പമില്ല, ഇഷ്യൂ ഇല്ല. പിന്നെ അടുത്ത കാര്യം, ഈ എല്ലാവരും പറയുമല്ലോ ഈ ചെറിയ ആർസിനോട് ചെറിയൊരു മിസ്സിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന്. അത് മറ്റൊന്നുമല്ല, 2 കാര്യങ്ങളുണ്ട്. 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, നമ്മൾ ഇഞ്ചക്ടർ ക്ലീൻ ചെയ്യണം. ഇഞ്ചക്ടർ അത് ഞാൻ ചെയ്ത ഒരു 15 ആയപ്പോൾ ഞാൻ ചെയ്തു ഒരു ഫുൾ സർവീസ്, ഫുള്ള് വണ്ടി പൊളിച്ചിട്ടാണ് ചെയ്തത്. വിത്ത് എന്താ പറയുക, വാൽവ് ഉൾപ്പെടെ ടൈറ്റ് ചെയ്തു. ഇതിൻ്റെ അകത്ത് ഒരു ഇഞ്ചക്ടർ എന്ന സംഭവമുണ്ട്, അത് ക്ലീൻ ചെയ്യണം. പിന്നെ ഒരു ഫ്യൂവൽ ഫിൽറ്റർ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തൊരു സാധനമുണ്ട്. പിന്നെ ഞാൻ പ്ലഗ് ഉണ്ട്. കറക്റ്റ് സ്പാർക്കിങ് അല്ലെങ്കിലും ഇത് വരാം ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഇറിഡിയം പ്ലഗ്ഗാണ്. ഇറിഡിയം അത് ഇച്ചിരി റേറ്റ് ഉണ്ട്, പക്ഷേ ഭയങ്കര പെർഫോമൻസാണ് വണ്ടി തരുന്നത്. ആ ഒരു കാര്യം, ഈ ഇത്ര കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഈ വണ്ടി ചുമ്മാ മെയിൻറ്റെയിൻ ചെയ്തോ. ഒന്ന് വാൽവ് ടൈറ്റ് ചെയ്യണം, സൗണ്ട് വരാതിരിക്കാൻ നോക്കണം. പിന്നെ പ്ലഗ് കറക്റ്റായിട്ട് മാറണം. കരി പിടിച്ചാൽ സ്പാർക്ക് ഉണ്ടാവും, ഇച്ചിരി പാടായിരിക്കും. പിന്നെ നമ്മളെ ഫ്യൂവൽ ഫിൽറ്ററും ഇത് മാറിയാൽ മതി. നമ്മളെ കാർബേറ്റർ കാർബേറ്റർ ഇല്ല, ഇതിന് ഇഞ്ചക്ടർ ക്ലീൻ ചെയ്യണം. അതായത് നമ്മൾ ഈ കാർബേറ്റർ പോലെ തന്നെയാണ്, കാർബേറ്റർ പോലെയാണ് അത് ഓപ്പൺ ആവുകയും ക്ലോസ് ആവുന്നൊരു സംഭവം ഉണ്ടല്ലോ ഈ കാർബേറ്റർ, അതേപോലെ ഇഞ്ചക്ടറിനും ഉണ്ട്. അതിൻ്റെ അകത്ത് ഭയങ്കര ഇതിനെ ത്രോട്ടിൽ ബോഡി എന്ന് പറയും. ആ സംഭവത്തിൻ്റെ അകത്ത് ഒത്തിരി കാര്യങ്ങളിരിക്കും. അത് കാരണം ഈ എയർ വരുന്ന ആ ഒരു ഫ്ലോയിൻ്റെ ഒരു വേരിയൻറ്റ് വരുന്നതുകൊണ്ട് ആ വണ്ടി മിസ്സിങ് വരുന്ന, വേറെ ഒരു കുഴപ്പമില്ല. അല്ലാതെ എൻജിൻ ബേസ് ഒന്നും കംപ്ലൈൻ്റ് അല്ല. ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങുമ്പോഴും ഇപ്പം വേറൊരു ഫ്രഷ് വണ്ടി ഓട്ടിക്കുമ്പോഴും ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി ആവുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻറ്റ് മനസ്സിലാവും. ഇതിങ്ങനെ മിസ്സിങ് വരുന്നത്, അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ. പക്ഷെ അതുകൊണ്ടല്ല അത് വരുന്നത്. അതായത് ആ സെക്കൻഡ് ഹാൻഡ് വണ്ടിയായാലും അത് വാങ്ങാം, ധൈര്യമായിട്ട് വാങ്ങാം. BS3 ആയാലും ധൈര്യമായിട്ട് വാങ്ങാം. ഈ 3 ഇത്രയും കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ച് ഒന്ന് നമുക്ക് പണി ചെയ്തിറക്കാം. ഇത് ഒത്തിരി പൈസ ഒന്നും ആവത്തില്ല. ഇത് ഇപ്പോൾ ഷോറൂമിൽ കൊടുത്താണെങ്കിൽ ഇത് ഞാൻ ഇടയ്ക്ക് ഇഞ്ചക്ടർ ക്ലീൻ ചെയ്ത് ഒരു 850 ആ റേഞ്ചൊക്കെ വാങ്ങിച്ചോളൂ. പിന്നെ ഫ്യൂൽ ഫിൽറ്ററിനും അത്ര പൈസ ഒന്നുമില്ല, 25 രൂപ 30 രൂപ എന്തോ ഉള്ളൂ. അതും കൂടെ അങ്ങ് മാറി അങ്ങ് കറക്റ്റായിട്ട് പോകും. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന്. എന്താ പറയുക, ഒരു കണ്ടൻറ്റും കാര്യങ്ങളൊന്നും കിട്ടില്ല. ഇന്ന് പുറത്തോട്ട് പോരുന്നെങ്കിൽ പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. പക്ഷേ ഒരു കണ്ടൻറ്റും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ ഭയങ്കര പാടായിട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. കാരണം എനിക്ക് ആദ്യത്തെ കുറച്ച് എന്താ പറയുക കിതച്ച് സംസാരിക്കുന്ന രീതിയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഒന്ന് നോർമലായിട്ട് അതൊക്കെ എന്താ പറയുക എക്സൈറ്റ്മെൻറ്റിൻ്റെ രീതിയിൽ ഞാൻ സംസാരിക്കുന്നുള്ളൂ. അപ്പോൾ അത് ആദ്യത്തെ കുറച്ച് ഒരു ഇതൊക്കെ വരും. അപ്പം എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, ഇഷ്ടപ്പെടണം. വേറെ എന്തെങ്കിലും എനിക്കും തെറ്റുപോയി, ഞാനും വലിയ ജീനിയസോ അങ്ങനെ കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് എനിക്ക് കറക്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. എൻ്റെ അനുഭവം, ഞാൻ നല്ലൊരു അറ്റ്ലീസ്റ്റ് ഞാൻ നല്ല ഒരു ട്രാവൽ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ലോ ബഡ്ജറ്റിലാണ് ട്രാവലും കാര്യങ്ങളും ചെയ്യുന്നത്. ഞാൻ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. പിന്നെ എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും അത്ര നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം. ഇങ്ങനെയാണ് അങ്ങനെയാണ് എല്ലാം നിങ്ങൾക്ക് പറയാം, ധൈര്യമായിട്ട് പറയാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് വീഡിയോ അവസാനിക്കുന്നു.